നമസ്കാരം. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് ആനുകാലിക പ്രശ്നങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. വിവാദ വിഷയങ്ങളെക്കാൾ ഉപരി ആനുകാലിക പ്രശ്നങ്ങൾ, വാക്സിൻ കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 വാചകം ബാബരി മസ്ജിദ് തകർത്തതിനെ പറ്റി. ഇപ്പം ഇന്നലെ 28 വർഷമായി. പിന്നെ 1992 സംഭവിച്ച കാര്യമാണ്. അപ്പോൾ 28 വർഷം കഴിഞ്ഞു. അതിനെപ്പറ്റി ഒരു ഒരു അഭിപ്രായ പ്രകടനവും ഇത്രയുമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വാക്സിനെ പറ്റി പറയുമ്പോൾ ഈ ഡിസംബർ 10, അതായത് ഇന്നിപ്പോൾ ഡിസംബർ 7, 2 ദിവസം കൂടെ കഴിഞ്ഞ് നാളെയും മറ്റന്നാളും കഴിഞ്ഞാൽ വാക്സിന്റെ കാര്യം ഒരു തീരുമാനമാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. FDA തീരുമാനിക്കുന്നത് 10-ാം തീയതിയാണ്. അപ്പൊ 10-ാം തീയതി ആ തീരുമാനം വന്നാൽ ഉടൻ വിതരണം ചെയ്യാനായിട്ട് ഈ ഫൈസറിന്റെ വാക്സിൻ അമേരിക്ക ഒട്ടാകെ കൊടുത്തു കഴിഞ്ഞു. എല്ലായിടത്തും സുസജ്ജമായിട്ട് ഇരിക്കുകയാണ്. ആളുകള് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം ശരിയായി കഴിഞ്ഞിരിക്കുന്നു. ഈ വാക്സിൻ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചും കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകപ്പാടെ വേണ്ടതൊരു അംഗീകാരമാണ്, FDAയുടെ അംഗീകാരമാണ്. ഇത് കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഈ കതിരയിൽ കൊണ്ടുപോയി വളം വെക്കുക എന്നൊക്കെ പറയുന്നതിനൊരു നല്ലൊരു ഉദാഹരണമാണ് ഇത്. അതായത് ഈ FDA അംഗീകാരം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? FDA അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഈ ഒരുക്കം മുഴുവൻ ഈ വാക്സിൻ, ഫൈസറിന്റെ വാക്സിൻ ഡ്രൈ ഐസിൽ വളരെ വലിയ തണുപ്പാണ് വേണ്ടത്. സാധാരണ തണുപ്പല്ല, ഈ സാധാരണ ഫ്രിഡ്ജിലെ തണുപ്പല്ല വേണ്ടത്, ഫ്രിഡ്ജിലെ അല്ലെങ്കിൽ ഫ്രീസറിലെ തണുപ്പല്ല, അതിനേക്കാൾ തണുപ്പാണ് വേണ്ടത്. അതുകൊണ്ട് ഡ്രൈ ഐസിലാക്കി ഈ വാക്സിൻ അമേരിക്ക ഒട്ടാകെ എത്തിച്ചു കഴിഞ്ഞു. ഇത്രയും സന്നാഹങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും അംഗീകാരം കിട്ടിയിട്ടില്ല. ഇനി അംഗീകാരം കിട്ടിയാൽ മതി. അപ്പൊ അംഗീകാരം കിട്ടിയില്ലെങ്കിലോ ഈ എഫർട്ട് എല്ലാം വേസ്റ്റ് ആയി പോകും. ഇപ്പൊ നമുക്കറിയാം, ഫൈസർ പോലെ ഏറ്റവും മികച്ച കമ്പനി, അവരുടെയൊക്കെ അംഗീകാരം കിട്ടാതെ പോകുന്ന പ്രശ്നമില്ല. കാരണം അത്രയ്ക്ക് അവർക്ക് ഉറപ്പുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഫൈസറിന്റെ R&D, അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്കുള്ള അത്ര സംവിധാനം FDAക്ക് ഉണ്ടോ എന്ന് സംശയം. അപ്പൊ എല്ലാവിധ ഫുൾ പ്രൂഫായിട്ടാണ്, എല്ലാവിധ പഴുതുകളും അടച്ചുകൊണ്ടാണ് ഫൈസർ ഈ വാക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അംഗീകാരം കിട്ടാൻ പ്രയാസമൊന്നും ഉണ്ടാകേണ്ടതല്ല. പക്ഷേ അംഗീകാരം കിട്ടണമെങ്കിൽ ഇനിയും 2 ദിവസം കൂടെ കാത്തിരിക്കണം, 10-ാം തീയതി വരെ. കഴിഞ്ഞ മാസം 20-ാം തീയതിയോ മറ്റാണ് അവര് അംഗീകാരത്തിനായിട്ട് കൊടുത്തത്. അതായത് 3 ആഴ്ചയിൽ കൂടുതൽ എടുക്കുന്നു. അപ്പൊ ഇതിനെതിരെ ശക്തമായ ഒരു വിമർശനം ഈ ജോൺസ് ഹോപ്കിൻസിലെ ഒരു പ്രൊഫസർ പറഞ്ഞതാണ് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നത്. കാരണം ഇത് ഇത്രയും സുപ്രധാനമായ ഒരു കാര്യമാണ്. അമേരിക്കയിലും മനുഷ്യരുടെ അനുദിനം 2500-3000 പേര് വീതം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ FDAക്ക് ഒരു തീരുമാനം എടുക്കാൻ ഈ 3 ആഴ്ച വരെ കാത്തിരിക്കേണ്ടതുണ്ടോ? ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഇവരുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ കയ്യോടെ അത് തീരുമാനം എടുക്കുന്നവരെ അവർ ചർച്ച ചെയ്യുകയല്ലേ വേണ്ടത്? ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അതിനെ പരിശോധിച്ച്, അതിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഏറ്റവും പെട്ടെന്നുള്ള ഒരു തീരുമാനം എടുക്കുകയല്ലേ വേണ്ടത്? അതോ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുകയാണോ വേണ്ടത്? ഇതിനെതിരെ പ്രസിഡന്റ് ട്രംപ് തന്നെ FDAക്കെതിരെ നേരത്തെ ശക്തമായിട്ട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. FDA അവിടുത്തെ ആ ബ്യൂറോക്രസിയും അവിടുത്തെ ആ സെറ്റപ്പും അത് പറ്റത്തില്ല, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഇലക്ഷനിലെ പ്രസിഡന്റ് പരാജയപ്പെട്ട സാഹചര്യത്തില് അത് അങ്ങോട്ട് പുഷ് ചെയ്യുന്നില്ല എന്ന് മാത്രം. എങ്ങനെയായാലും കരുത്തനായ ഒരു പ്രസിഡന്റിന് പോലും ഈ ബ്യൂറോക്രസിയെയും അല്ലെങ്കിൽ ഈ അലംഭാവത്തെയും ഒന്നും മറികടക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് കഷ്ടം തന്നെയാണ്. ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഇന്ന ദിവസമേ ഞങ്ങൾ ഇത് പരിഗണിക്കൂ എന്ന് പറയുന്നത് എന്താ? കിട്ടിയ ഉടനെ തന്നെ അതിന്റെ ചർച്ചയും പരിശോധനയും നടക്കുകയും ഏറ്റവും നേരത്തെ അതിന് ഒരു തീരുമാനം പറയുകയല്ലേ വേണ്ടത്? അതോ അതിന്റെ തീരുമാനം നീട്ടിക്കൊണ്ടു പോവുകയാണോ വേണ്ടത്? അമേരിക്ക പോലൊരു രാജ്യത്ത്, അതും ബ്രിട്ടനിൽ ഇതിനകം തന്നെ അനുമതി കൊടുത്തു കഴിഞ്ഞു ഫൈസർ വാക്സിന്. ഇപ്പൊ ബ്രിട്ടനിൽ കൊടുക്കാമെങ്കിൽ ഇവിടെ അമേരിക്കയിൽ കൊടുക്കാൻ പറ്റാത്ത വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് കണക്കാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റില്ല. അതും അമേരിക്ക പോലെ പുരോഗതി പ്രാപിച്ച ഒരു രാജ്യമാണ്. എല്ലാവിധ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ഉള്ള രാജ്യം തന്നെയാണ് അവിടെയും. ഇവിടുത്തെ അത്രയും തലനാരിഴ കീറി പരിശോധിക്കുന്നില്ലായിരിക്കാം. പക്ഷെ എത്ര തലനാരിഴ കീറി പരിശോധിച്ചാലും ഈ കമ്പനി, ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അവരുടെ മികവ്, അവരുടെ അവരുടെ കഴിവ്, ഇതെല്ലാം ഉള്ള കാര്യമാണിത്. അതത്ര നിസ്സാരമായിട്ട് ഓവർലുക്ക് ചെയ്തു പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമാണ്. എന്തായാലും അത് സങ്കടകരമാണ് ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് 2 ദിവസം കഴിഞ്ഞെങ്കിലും അപ്രൂവൽ വരട്ടെ. കഴിയുന്നത്ര പേർക്ക് ഇവര് 100 മില്യൺ ഡോസ് ഈ മാസം തന്നെ കൊടുക്കുന്നൊക്കെയാണ് പറഞ്ഞത്. ഈ 100 മില്യൺ ഇല്ല, 50 മില്യനേ ഉള്ളൂ എന്ന് ഇപ്പൊ പറയുന്നു. അത്രയെങ്കിൽ അത്രയും
അത്രയെങ്കിലും ആളുകൾക്ക് അത് കിട്ടട്ടെ, അത്രയെങ്കിലും ആളുകൾക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യട്ടെ. പക്ഷേ അതേസമയം തന്നെ ഇപ്പം പിന്നെ ഈ കൊറോണ ടാസ്ക് ഫോഴ്സിന്റെ, വൈറ്റ് ഹൗസിലെ കൊറോണ ടാസ്ക് ഫോഴ്സിൽ അംഗമായ ഡോക്ടർ ഡെബോറ ബെർഗ്സ് ഒക്കെ പറയുന്നത് ഈ വാക്സിൻ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് ഒരുപക്ഷെ നമുക്ക് ചിലപ്പം വന്നില്ലെന്നിരിക്കാം, അല്ലെങ്കിൽ അതിന് 2 ഡോസ് എടുക്കണം. 1 ഡോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പിന്നെ കിട്ടിയ ഒരു അനുഭവം. അപ്പൊ 2 ഡോസും ചെന്ന് കഴിഞ്ഞതിന് ശേഷമേ ഇത് ഫലപ്രദമാവുകയുള്ളൂ, പൂർണ്ണമായിട്ടും ഫലപ്രദമാവുകയുള്ളൂ. അപ്പൊ മൊഡേണക്കാർ പറയുന്നത് അവരുടെ വാക്സിൻ 3 മാസം എന്തായാലും ഉറപ്പായിട്ട് ഇത് പിന്നെ ഫലപ്രദമായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുശേഷം എത്ര കാലം നിലനിൽക്കുമെന്ന് അറിഞ്ഞുകൂടാനും. അപ്പം ഡെബോറ ബെർഗ്സ് പറയുന്നത് ഈ വാക്സിൻ കിട്ടിയതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന ആൾക്ക് ചിലപ്പം വന്നില്ല എന്നിരിക്കും. പക്ഷേ ഇയാളുടെ ശരീരത്തോ പിന്നെ അല്ലെങ്കിൽ ഇയാളിൽ വേറെ ഏതെങ്കിലും രീതിയിലോ പിന്നെ രോഗബാധ ഉണ്ടെങ്കിൽ, രോഗമുണ്ടെങ്കിൽ, അണുക്കള് പിന്നെ ഈ പിന്നെ വൈറസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വന്നാലും വാക്സിൻ കിട്ടിയാലും കുറെ കാലത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും കരുതലും ശ്രദ്ധയും ഉള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം. ഇപ്പം താങ്ക്സ് ഗിവിങ്ങിന് സർക്കാരൊക്കെ പറഞ്ഞ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ആളുകൾ കൂട്ടം കൂടുകയും ഒത്തുകൂടുകയും എല്ലാം ചെയ്തു. ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? ആളുകൾ പിന്നെ പല സ്റ്റേറ്റുകളിലും ആളുകൾ വലിയ തോതിൽ മരിക്കുന്നു. ന്യൂയോർക്ക് പോലുള്ള ഇവിടെ ഈ രോഗത്തെ പിടിച്ചു കെട്ടിയെന്ന് കരുതുന്ന ന്യൂയോർക്ക്, ന്യൂജേഴ്സി ഈ സ്റ്റേറ്റുകളിൽ ഇവിടെയും പിന്നെ രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. മരണസംഖ്യയും ചെറിയ തോതിലാണേലും കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ മരണമില്ലാത്ത ദിവസം, പിന്നെ ന്യൂയോർക്കിൽ മരണമില്ലാത്ത ദിവസം എന്നൊരു ഹെഡിങ് കൊടുക്കാനായിട്ട് ഞാൻ ഇരുന്നതാണ്. ആ 2 പേരൊക്കെ മരിച്ച ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത് മരണം 65, 70 പിന്നെ ആ രീതിയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആ ഒരു നമ്മുടെ ഒരു അശ്രദ്ധ, ഈ താങ്ക്സ് ഗിവിങ് കഴിഞ്ഞപ്പോഴത്തെ ആ ശ്രദ്ധ കൊണ്ട് ഇത്രയും സംഭവിച്ചു. ഇനിയിപ്പം പിന്നെ ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷം കൂടെ കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ വാക്സിൻ തന്നെ ശരണം. വാക്സിൻ വന്നാല് പിന്നെ കുറെ പേരെങ്കിലും രക്ഷപ്പെടുകയുള്ളൂ. ഏറ്റവും രോഗസാധ്യതയുള്ളവർക്ക് ഈ വാക്സിൻ കിട്ടുകയാണെങ്കിൽ അവർക്ക് രോഗം വരാനുള്ള സാധ്യതയും പിന്നെ കുറയുമെന്ന് നമുക്ക് വിചാരിക്കാം. അതിലേറ്റവും സങ്കടകരമായ വസ്തുത, ഈ പ്രായമുള്ളവര് നഴ്സിംഗ് ഹോമുകളിലൊക്കെ കിടക്കുന്ന 80 വയസ്സ് 90 വയസ്സ് ഇങ്ങനെയൊക്കെ നഴ്സിംഗ് ഹോമുകളിൽ കിടക്കുന്ന ആളുകളാണ്. അപ്പൊ മിക്കവാറും എല്ലാ നഴ്സിംഗ് ഹോമുകളിലും കുറച്ചു പേർക്കെങ്കിലും കോവിഡ് ബാധയുണ്ട്. അപ്പം കോവിഡ് ബാധിക്കാത്ത ആളുകളും ബാധിച്ചവരും ബാധിക്കാത്തവരും എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, അവർക്ക് പലവിധ രോഗങ്ങളും പലവിധ പ്രശ്നങ്ങളും ഉള്ളവരാണ്. അപ്പൊ അവരിങ്ങനെ ഈ ജീവിതത്തിന്റെ ഒരു അന്ത്യത്തെ പറ്റി കാത്തു കിടക്കുന്ന ഒരു അവസ്ഥ, ആ ഒരു ദുഃഖകരമായ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ അത് മനസ്സിലാവും. ഈ പ്രായമുള്ളവരാണ് ഈ കൂടുതലും മരിക്കുന്നത്, പ്രായമുള്ളവരും രോഗബാധയുള്ളവരും. അപ്പൊ അവരുടെ ആ ഒരു മരണം കാത്ത് കഴിയുന്ന ഒരവസ്ഥ, ആ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനൊരു മാറ്റം പിന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാക്സിൻ വന്ന് അവർക്കൊക്കെ ആദ്യം കൊടുക്കട്ടെ, ഈ ആളുകളെ ചികിത്സിക്കുന്നവർക്കും പിന്നെ ആരോഗ്യ പ്രവർത്തകർക്കും ആദ്യം കൊടുക്കട്ടെ, അവരെല്ലാം രക്ഷപ്പെടട്ടെ, ഈ പ്രായമുള്ളവരും അതുപോലെ തന്നെ മറ്റാർക്കും ഇത് വരാതിരിക്കട്ടെ. നമുക്കറിയാം ഈ രോഗബാധ ചിലർ പറയുന്നുണ്ട്, ഇപ്പൊ റാൻഡ് പോളിനെ പോലെയുള്ള ചിലർ പറയുന്നുണ്ട്, ഈ രോഗം വന്നു പോയി കഴിഞ്ഞാൽ അതിൽ കൂടി ഉണ്ടാകുന്ന ആന്റിബോഡിയാണ് കുറച്ചുകൂടെ നല്ലത്, കുറച്ചുകൂടെ കാലം നീണ്ടു നിൽക്കുന്നത്. അതിന് പക്ഷെ യാതൊരു ഉറപ്പുമില്ല. ഇത് രോഗം വന്നങ്ങ് പോയിക്കോട്ടെ, രോഗം വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ സാരമൊന്നുമില്ല, പിന്നെ അത് ആന്റിബോഡിയും ഉണ്ടാവും, നമുക്ക് പിന്നെ പേടിക്കേണ്ടതില്ല എന്നുള്ളൊരു ചിന്താഗതി പരത്തുന്നുണ്ട്. പക്ഷേ ഈ രോഗം വന്നാൽ ആർക്കാണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അത് നമുക്ക് ദോഷമായിട്ട് വരുമോ, ആർക്കൊക്കെ ദോഷമായിട്ട് വരും, അത് ഏത് പ്രായത്തിലുള്ളവർക്ക് ദോഷമായിട്ട് വരും, ഇതൊന്നും ഉറപ്പില്ല. അപ്പൊ അതൊരു റിസ്കി ഫാക്ടറാണ്. നേരെ മറിച്ച് ഈ പിന്നെ വാക്സിൻ ആണെങ്കിൽ അതിൽ റിസ്ക് ഇല്ല. റിസ്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസ്ക് കുറവാണ്. എല്ലാവർക്കും ഒരുപോലെയാണ് കിട്ടുന്നത്, ഒരേ തരം ഡോസാണ് കിട്ടുന്നത്. എന്തൊക്കെ റിസ്ക് വരാവുന്നു, എന്തൊക്കെ പ്രശ്നങ്ങൾ വരാവുന്നു ആള് മുൻകൂട്ടി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഈ മെഡിക്കൽ കമ്മ്യൂണിറ്റിക്ക് അത് പ്രതിരോധിക്കാനുള്ള കഴിവ് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും 2 ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം നല്ലൊരു ശുഭവാർത്തയ്ക്കായി. ഇനി ഇതോടനുബന്ധിച്ച് നമ്മള് പിന്നെ അമേരിക്കയിലെ ലോകം മുഴുവൻ കോവിഡ് മൂലം സാമ്പത്തിക രംഗം തകർന്നു, ആളുകൾ ജോലിയില്ലാതായി പട്ടിണി കിടക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇപ്പോ ഇതിനോടനുബന്ധിച്ചാണ് അമേരിക്കയിൽ ഈ കഞ്ചാവ് വിൽപ്പന, മാരിവാന വിൽപ്പന റെക്കോർഡ് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയും മാനസിക പ്രശ്നങ്ങൾ നേരിടുകയും പിന്നെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നുകിൽ മദ്യപാനം, അല്ലെങ്കിൽ ഇപ്പം ഈ മാരിവാന പല സ്റ്റേറ്റുകളിലും, അമേരിക്കയിലെ 35 സ്റ്റേറ്റുകളിൽ അത് നിയമവിധേയമാക്കി എന്നാണ് പറയുന്നത്. ഇപ്പൊ ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലൊക്കെ അത് നിയമവിധേയമാക്കാനായിട്ട് ജനങ്ങൾ തന്നെ പിന്നെ വോട്ട് ചെയ്തിരിക്കുന്നു.
പിന്നെ കഴിഞ്ഞ ആഴ്ച കോൺഗ്രസ്, അമേരിക്കൻ കോൺഗ്രസ്, US കോൺഗ്രസ് തന്നെ പിന്നെ മാരിവാന നിയമവിധേയമാക്കാനായിട്ട് ബില്ല് പാസ്സാക്കി. അത് സെനറ്റിൽ ചെല്ലുമ്പോൾ പാസ്സാകണമെന്നില്ല. ഇപ്പോഴെന്താന്ന് ചോദിച്ചാൽ പല സ്റ്റേറ്റുകളിലും ഇത് നിയമവിധേയമാണ്. മാരിവാന വലിക്കുന്നതും മാരിവാന ഉപയോഗിക്കുന്നതും, പിന്നെ തെറ്റല്ല, റിക്രിയേഷണൽ മാരിവാന. പക്ഷേ ഫെഡറൽ തലത്തിൽ അതൊരു കുറ്റമാണ്. മാരിവാന വലിച്ചു എന്ന് പിന്നെ കണ്ടാൽ ഫെഡറൽ തലത്തിൽ പിന്നെ നമ്മൾ ഇമിഗ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യത്തിന് ചെല്ലുമ്പോൾ ഇത് വലിച്ചിട്ടുണ്ടെന്നുള്ളത് തെളിഞ്ഞാൽ അത് കുറ്റകരമാണ്, അവിടെ കുറ്റകരമാണ്. അപ്പൊ 2 നിയമങ്ങളാണ് അമേരിക്കയിലുള്ളത്. അപ്പോൾ ഭരിക്കുന്നവര് സൂക്ഷിക്കണം. നിങ്ങൾ ഫെഡറൽ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ അത് കുറ്റമാണ്. പിന്നെ കാലിഫോർണിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റിൽ കുറ്റമല്ലെങ്കിലും ഫെഡറൽ തലത്തിൽ അത് കുറ്റമായിട്ട് തന്നെ ആണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനൊരു മാറ്റം ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം വൈസ് പ്രസിഡന്റ് എലക്ട് കമലാ ഹാരിസ് ഒക്കെ അതിനെ മാരിവാനയെ അനുകൂലിക്കുന്ന ആളുകളാണ്. എന്തായാലും അതിനൊരു മാറ്റം വരുമെന്ന് കരുതാം. ഈ മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും അത് കഷ്ടമാണ്. ഇത് നമ്മുടെയൊക്കെ സാമൂഹിക ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. മാരിവാന ഒക്കെ പിന്നെ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം വന്നു കഴിഞ്ഞാൽ ആളുകൾ ഒരുതരം പിന്നെ ഏത് രീതിയിലൊക്കെയാണ് പെരുമാറുന്നത്, സാമൂഹിക അന്തരീക്ഷത്തെ തന്നെ അത് പിന്നെ മാറ്റിമറിക്കുകയല്ലേ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ബാബരി മസ്ജിദിനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഇന്നലെ 28 പിന്നെ വർഷമായി അത് മസ്ജിദ് തകർത്തിട്ട്. ഇതുവരെയും ആരെയും അതില് പലർക്കെതിരെയും കേസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. പിന്നെ അത്രയും പകൽ വെളിച്ചത്തിൽ നടന്നതാണ്, വീഡിയോകൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് ശിക്ഷിക്കപ്പെട്ടില്ല, ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു ഗുണം അതാണ്. ഇങ്ങനെയുള്ള കേസുകളിൽ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ എത്രയായാലും ശിക്ഷിക്കപ്പെടില്ല ആളുകൾ. അങ്ങനെ അത് പിന്നെ നോബഡി കിൽസ്, പിന്നെ ജസിക്ക എന്ന് പറഞ്ഞ സിനിമ പോലെ നോബഡി ഡിസ്ട്രോയിഡ് ബാബരി മസ്ജിദ് എന്ന് പറയാം. ആരും ചെയ്തിട്ടില്ല, കാരണം ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ആരും അതിൽ ഉത്തരവാദികളല്ല എന്നുള്ളതാണ് സ്ഥിതി, ഇന്ത്യയിലെ സ്ഥിതി. അതില് ഈ ഇന്നിപ്പോ പറയാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഇവിടെ പിന്നെ അമേരിക്കയിലെ പിന്നെ മുസ്ലിം സംഘടനകളുടെ ഒരു പ്രസ്താവന കണ്ടു. അവര് ഇന്ത്യൻ ജുഡീഷ്യറിയെ വളരെയധികം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ജുഡീഷ്യറി ആളുകളെ ശിക്ഷിച്ചില്ല. ഇങ്ങനെ ഈ പകൽ വെളിച്ചത്തിൽ പിന്നെ വ്യക്തമായ രേഖകളും വ്യക്തമായ വീഡിയോയും ഒക്കെ ഉണ്ടായിട്ടും ആളുകളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതിന് എതിരെ നടപടിയെടുക്കാനോ കോടതികൾക്കൊന്നും കഴിഞ്ഞില്ല. ഒന്നും ചെയ്തില്ല, പക്ഷം പിടിക്കുകയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ. അതിനു പുറമെ ഈ സുപ്രീം കോടതി ആ ബാബരി മസ്ജിദ് ഇരുന്ന സ്ഥലം പിന്നെ ഹിന്ദുക്കൾക്കായിട്ട് വിട്ടുകൊടുത്തു. ആ വിധിയെപ്പറ്റി, അതിനെപ്പറ്റി ഉള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ആ വിധി വരുന്നതിന് ഒരു 2 വർഷം മുമ്പ് മുതൽ പോലും ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് വരാൻ പോകുന്ന ഒരു വിധി, ഇങ്ങനെ ഹിന്ദുക്കളെ അനുകൂലിക്കുന്ന വിധിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ മുൻകൂട്ടി തന്നെ ആ വിധി ഇന്നതാണെന്ന് ജനങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുവെങ്കിൽ അത് സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ സുപ്രീം കോടതിയൊക്കെ എത്ര അതിന്റെ ആ ഇമേജ് ഒക്കെ എത്ര കുറഞ്ഞു എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. എന്തായാലും ആ പഴയ ഇമേജ്, സ്വതന്ത്രമായ ഒരു സ്ഥാപനമാണെന്നുള്ള ആ ഇമേജ് കൊണ്ടുപോയി കളയാണ് ചെയ്തത് ആ വിധിയിലൂടെ. പക്ഷേ ആ വിധി തെറ്റാണെന്ന് പറയാനായിട്ട് ഇപ്പൊ എന്നെ പോലെ പിന്നെ ഞാൻ ഹിന്ദുവുമല്ല മുസ്ലിമുമല്ല, ആ സ്ഥിതിക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ആ വിധിയെപ്പറ്റി എനിക്ക് കുറച്ചൊരു അനുഭവമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാല്, ഈ രാമജന്മഭൂമി ഒന്നേ ഉള്ളൂ, നേരെ മറിച്ച് ഒരു മോസ്ക്, ഒരു മസ്ജിദ് ഒന്നല്ല. ആ മസ്ജിദ് അവിടെയല്ല, വേറെ ഒരു ഇത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പൊ മുസ്ലിങ്ങൾ പറയും ഒരിക്കൽ മസ്ജിദ് ഉണ്ടാക്കിയാൽ പിന്നെ അത് ലോകാവസാനം വരെ മസ്ജിദ് ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? സ്പെയിനിൽ എത്ര മസ്ജിദ് ഉണ്ടാക്കി, എന്നിട്ട് അതൊക്കെ ഇപ്പൊ എന്താ സ്ഥിതി? സ്പെയിൻ ഒരു കാലത്ത് മുസ്ലിം രാജ്യമായിരുന്നു, മുസ്ലിങ്ങൾ ഇപ്പൊ അത് ക്രൈസ്തവ രാജ്യമായി മാറി. അപ്പം മസ്ജിദ് ഒരിക്കൽ ഉണ്ടാക്കിയാൽ അത് വീണ്ടും എന്നും എക്കാലവും മസ്ജിദ് ആയിരിക്കണമെന്ന് താത്വികമായിട്ടൊക്കെ പറയാമെങ്കിലും ആ പിന്നെ പ്രായോഗികമായ മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇപ്പം പിന്നെ സൗദിയിലും ഒക്കെ പിന്നെ റോഡ് പണിയുന്നതിനും അല്ലെങ്കിൽ പുതിയ നഗരങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ മസ്ജിദുകളൊക്കെ മാറ്റാറുണ്ട്. അപ്പൊ അതില് വലിയൊരു അതിശയിക്കാനുള്ള കാര്യമില്ല. അപ്പം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു മസ്ജിദ്, അതിപ്പം ആ സ്ഥലത്ത് നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറ്റി വെച്ചാലും വലിയൊരു സംഭവമല്ല. നേരെ മറിച്ച് രാമജന്മഭൂമി ഒന്നേ ഉള്ളൂ, അത് ഒരിടത്തേ ഉള്ളൂ. പിന്നെ ഇപ്പൊ നമുക്കറിയാം, ജഗന്നിയന്താവായ ദൈവത്തിന് ഭൂമിയില് ഈ മണ്ണിനോടൊരു പ്രത്യേകതയോ അല്ലെ ആ മണ്ണിനോടൊരു പ്രത്യേകതയോ എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാ മണ്ണും അത് ദൈവം സൃഷ്ടിച്ചതുമല്ല. ദൈവത്തിന് പിന്നെ ഇതിൽ തമ്മിലൊരു ഭിന്നത കാണാനായിട്ട് ആവില്ല. പക്ഷേ രാഷ്ട്രീയം തലക്ക് കയറി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭിന്നത വരും. അല്ലാതെ ഈ രാമജന്മഭൂമി ഇപ്പം കൃത്യം ആ സ്പോട്ടിൽ തന്നെ വേണ്ട ഒരു മൈൽ അകലെ പിന്നെ പണിതാൽ എന്തായിരുന്നു കുഴപ്പം? ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നം വരുമ്പോൾ
അതൊന്നും ഒരിക്കലും ആളുകൾ സമ്മതിക്കത്തില്ല. ഈ അന്ന് ഒരിക്കലും 10-30 വർഷം മുമ്പാണ് ഈ അശോക് സിംഗാൾ, അന്ന് BHP പ്രസിഡന്റ് ആയിരുന്നു, അന്തരിച്ച അദ്ദേഹം ബോംബെയിലെ പ്രസ് ക്ലബിൽ പറഞ്ഞ കാര്യമുണ്ട്, ജന്മഭൂമിക്ക് ബാഹർ പണിയണമെന്നാണ് പറയുന്നത്. അത് പറ്റത്തില്ല, ജന്മഭൂമി അവിടെ തന്നെ പണിയണം. അന്ന് ഇത്രയും ഒന്നും സ്ട്രോങ് ആയിട്ടില്ല. പിന്നെ ആ ഒരു ചിന്താഗതി, അതായത് ഞങ്ങളുടെ ഒരു അതീശത്വം തിരിച്ചെടുക്കാനുള്ള ഒരു ചിന്താഗതി, അതിന്റെ ഭാഗമായിട്ട് അതിന്റെ പൊളിറ്റിക്സ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ മതപരമായ ഒരു പ്രശ്നമാണെങ്കിൽ ആ മതപരമായ പ്രശ്നം വിശ്വാസികൾ സംസാരിച്ചും ഒക്കെ തീരും. നേരെ മറിച്ച് അതൊരു പൊളിറ്റിക്കൽ വിഷയമാകുമ്പോൾ സംസാരിച്ചാലൊന്നും തീരത്തില്ല. അത് അതീശത്വത്തിന്റെ പ്രശ്നമാണ്, അത് അടിച്ചമർത്തലിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മറ്റൊരാളിൽ ആധിപത്യം നേടുന്ന പ്രശ്നമാണ് മറ്റൊരാളിൽ. അപ്പൊ അങ്ങനെയാണ് ഈ പ്രശ്നവും ഈ രീതിയിലായത്. എങ്ങനെയായാലും അത് അവിടെ കൊണ്ട് അവസാനിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 28 വർഷത്തിനിടയിൽ വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. ആ തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളാണ്, പക്ഷെ അതിന് മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ മാറ്റം ഉൾക്കൊള്ളുക. കാരണം എല്ലാ കാര്യവും, എല്ലാ ലോകത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ, മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിനോടൊപ്പം ആണ് നമ്മൾ ഇപ്പം ഈ OIC, AIMIM മജ്ലിസ് എന്ന ആ പാർട്ടിയുടെ, ഹൈദരാബാദിൽ നിന്നുള്ള പാർട്ടിയുടെ വളർച്ച മറ്റ് സ്റ്റേറ്റുകളിൽ, മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ അവർ ശക്തിപ്പെടുന്നു. അപ്പൊ അതൊരു മുസ്ലിങ്ങളുടെ ഒരു ശക്തിപ്പെടലായിട്ട് ഹിന്ദു സംഘടനകളൊക്കെ പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞത് തന്നെയാണ്, ഹിന്ദുക്കൾക്ക് സംഘടിക്കാമെങ്കിൽ പിന്നെ മുസ്ലിങ്ങൾക്ക് സംഘടിച്ചുകൂടാ എന്ന് പറയുന്നതിൽ യാതൊരു ന്യായവും യാതൊരു യുക്തിയും കാണുന്നില്ല. അപ്പം ഹിന്ദുക്കളെ സംഘടിക്കുകയും ഹിന്ദുക്കള് BJPയുടെ കീഴിൽ അങ്ങ് പോളറൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നാച്ചുറലി എതിർ വിഭാഗത്തും ആ പോളറൈസേഷൻ ഉണ്ടാകും. അപ്പൊ അത് നമ്മുടെ രാജ്യത്തിന് എത്ര കണ്ട് ഗുണമായിരിക്കും, രാജ്യത്തെ ഏത് രീതിയിലേക്ക് നയിക്കും എന്നാണ് ഈ പക്വമതികളായ ആളുകൾ ചിന്തിക്കേണ്ടത്, തന്ത്രജ്ഞരായ ആളുകൾ ചിന്തിക്കേണ്ടത്. കാരണം 10-20 കോടി ജനങ്ങളെ ഒന്നും അങ്ങ് ഇഗ്നോർ ചെയ്യാനോ അവഗണിക്കാനോ അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനോ ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ളൊരു കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നല്ല പ്രതീക്ഷകൾ നമുക്ക് വെച്ചു പുലർത്താം. വാക്സിന്റെ കാര്യത്തിലാണേലും ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ പറ്റിയാണേലും നല്ല പ്രതീക്ഷകൾ നമുക്കുണ്ടാവട്ടെ. നാളെയൊക്കെ നല്ലതായിട്ട് സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ തരികിടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് സന്ധിക്കാം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അറിയിക്കുക. editor@eMalayali.com. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. Life insurance with long-term care, disability income, business overhead expense disability insurance, 10-pay life insurance, estate planning, Advantage Index Universal Life S&P 500, life income annuities, Hedge Brokerage, New York. Phone 516-433-4310. hedgebrokerage@gmail.com.